ഹലോ മക്കളെ, എല്ലാവർക്കും റാത്ത് തന്നെയല്ലേ. ഇന്ന് കോഴി വെച്ചിട്ട് അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാണ്ട് നമ്മളെ കയ്യിലുള്ള ഉള്ളി മാത്രം മതി, കുറേ ഐറ്റംസ് ഒന്നും വേണ്ട. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഒരു പെപ്പർ ചിക്കൻ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. നിങ്ങളെ പുരയിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഇനി ഉണ്ടാക്കാൻ വേണ്ടത്. കുറേ സാധനങ്ങൾ വേണ്ട, കുറേ ടൈം വേണ്ട. അപ്പോൾ പിന്നെ കുറേ സമയം കളയാണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് ഞാനിതിലേക്ക് ചെറിയ ജീരകം 1 ടീസ്പൂണും പെരുംജീരകം 1 ടീസ്പൂണും 2 ടേബിൾ സ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളക് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം തീയിൽ ഇതിനെ നല്ല പാങ്ങ് വറുത്തിട്ട് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് തണിഞ്ഞിട്ടാകുമ്പോൾ അതിനെ മിക്സിൻ്റെ ചെറിയ ജാറിൽ ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. പിന്നെ അതൊരു സൈഡിലിരിക്കട്ടെ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും ഒരു 2 ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ട് വഴറ്റിയിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ കോഴി കാച്ചിയ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കോഴി കാച്ചിയ എണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ കോഴി കാച്ചിയ എണ്ണ ഉണ്ടായിന്, അതുകൊണ്ട് ചേർത്തില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് ഓയിൽ ഇട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത്, അപ്പോൾ ഉപ്പ് ചേർത്തത് 1/2 ടേബിൾ സ്പൂണ്. അപ്പോൾ അതിപ്പോൾ ചേർത്തിന് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ചെറിയ തീയിൽ തന്നെ നല്ലപോലെ മൂപ്പിച്ചെടുത്ത്. ഞാൻ കുറേ എണ്ണയൊന്നും ഒഴിച്ചിട്ടാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയാകുമ്പോൾ പിന്നെ കുറേ എണ്ണയൊന്നും ഒഴിക്കണ്ടെന്ന് വിചാരിച്ച് എല്ലാം വന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് 1 കിലോ കോഴി ചെറിയ പീസാക്കിയിട്ട് നല്ലപോലെ കായിട്ട് വെള്ളമെല്ലാം വാർന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത്. ഇനി മക്കളെ, ഈ സവാള മിക്സിലേക്ക് കോഴി ഇട്ടിട്ടായിട്ട് നല്ലപോലെ 2-3 മിനിറ്റ് വഴറ്റിയിട്ട് എടുക്കണം. ഈ ഉള്ളീൻ്റെ ഒക്കെ ഇത് നല്ലപോലെ മിക്സായിട്ട് വന്നിട്ട് അപ്പോൾ തിളച്ച വെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, തിളക്കാതെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്താറുണ്ട. ഇനി വീണ്ടും ഒന്ന് മിക്സാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം തീയിൽ വേവിച്ചിട്ടെടുക്കണം. ഇപ്പം ഞാൻ മൂടിയിട്ട് വെച്ചിട്ടുണ്ട്. കോഴിയെല്ലാം നല്ലപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഭയങ്കര മണം പുരൻ്റെ ഉള്ളിൽ നിറഞ്ഞിന്, അത്ര നല്ല മണമുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതിലേക്ക് ഇനി വേണ്ടത് പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഉണ്ടല്ലോ, ജീരകം ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങാൻ്റെ പാതി നീരെടുത്തിട്ട് അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്ത്. ഭയങ്കര ടേസ്റ്റ് മക്കളെ, നിങ്ങൾ ഒരുക്കെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് നോക്കണം. ഒരു പണിയില്ല, അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞാൽ ഈ പെപ്പർ ഉണ്ടല്ലോ, അതായത് കുരുമുളക്, ഈ മസാല നല്ല പങ്ക് കോഴിയിലേക്ക് പിടിക്കണം. അതിനും വേണ്ടിയിട്ട് മൂടി വെക്കണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം. ഇപ്പം 5 മിനിറ്റായി. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ചിക്കനെല്ലാം നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിച്ചപ്പല ഇട്ടിട്ട് വീണ്ടും ഫുൾ തീയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളമെല്ലാം ബാക്കി ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് വറ്റിച്ചിട്ട് എടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പെപ്പർ ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയത്. എല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് എന്താക്കാം, തീ ഓഫാക്കാം. ഇനി മക്കളെ നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ വിളമ്പ. അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ്. ഹോട്ടലിൽ നിന്നും പോയിട്ട് ഇനി പെപ്പർ ചിക്കന് മേങ്ങേണ്ട ആവശ്യമില്ല. കുറഞ്ഞ ചേരുവ കൊണ്ട് കൂടുതൽ ടേസ്റ്റിലുള്ള അടിപൊളി പെപ്പർ ചിക്കനാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് നോക്കണം ഉണ്ടാക്കിയിട്ട്. എപ്പോഴും കോഴി കൊണ്ടിരുന്നല്ലോ ഒരേപോലെ കറി വെച്ച് കൂട്ടിയിട്ട് പിടിഞ്ഞ് നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കണ്ടപ്പാടെ തന്നെ നിങ്ങൾ എല്ലാവരും കമൻ്റ് ഇടണം, കറി ഇഷ്ടപ്പെട്ടിനാ ഇല്ലേ എന്നുള്ളത്. പിന്നെ കറി വെച്ചിട്ടായിട്ട് തീർച്ചയായിട്ടും കമൻ്റ് ഇടുന്ന എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ കറി വെച്ചിട്ടും കമൻ്റ് ഇടണം. അപ്പോൾ വീണ്ടും കാണാം. ജസാക്കല്ലാഹ് ഖൈർ.